ഇന്നലെ ലീവ് ആയിരുന്നില്ലേ മാഷേ? ആ എന്തേ? ഒരു കല്യാണം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരുടെ ആയിരുന്നു എന്ത് കല്യാണം? ഒരു ഫ്രണ്ടിൻ്റെ. നിങ്ങൾക്കൊരു കല്യാണമൊക്കെ വേണ്ട മാഷേ? ടീച്ചറേ, സിത്താര വന്നിട്ടോ? ഇപ്പോൾ ഒരു മാസമായി കാണും. അതിനെ പറ്റി സംസാരിക്കേണ്ട മാഷേ, അവളിപ്പോൾ ഓക്കെയാണ്. അതെ. അല്ല, കഴിഞ്ഞ എക്സാമിന് എനിക്ക് നല്ല മാർക്കുണ്ട്. പക്ഷേ അങ്ങനെയുള്ള നീ ഇപ്പം എല്ലാ വിഷയത്തിലും പൊട്ടി. സംതിങ് ഫിഷ്. ഞാനൊക്കെ പഠിച്ചാടാ. പഠിച്ച യൂണിറ്റ് എല്ലാം മാറിപ്പോയോ? ഹലോ സുജൻ. What's going on here? Hey, it's nothing. What about exam? Exam was nice. പരീക്ഷാ സമയത്ത് തലയൊക്കെ പരിക്കണ മാതിരി തോന്നുക. കോപ്പി എന്തോ ഉണ്ടായില്ലോ? വേണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. പണ്ടേ അങ്ങനെ ഒരു കോപ്പി കൊണ്ടുപോയിട്ടേ പരീക്ഷ കഴിയുന്ന വരെ കയ്യും കാലും വരച്ചിട്ട് എനിക്ക് നിക്കപ്പുറത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ വല്ലതും? അങ്ങനെയൊന്നുമില്ലടാ. ഞാൻ ഫിസിക്സിൻ്റെ പേപ്പറും കൂടെ കിട്ടാളൂ. സാറ് മുഖം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്ട്. ഞാൻ അങ്ങനെ തലയിറങ്ങിനെ ഒന്ന് പിടിക്കണേ. Roll number 1, number 2, roll number 3, സിത്താര. ഇങ്ങോട്ട് വാ. ഇത്തവണ അവളാണ് ടോപ്പർ എന്നാ തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇങ്ങോട്ട് മാറിയൊക്കെ. നന്നായി പഠിച്ചിരുന്നല്ലേ? ഇവക്ക് നമ്മൾ നല്ലൊരു അവാർഡ് കൊടുക്കണം അവളുടെ ഈ പ്രകടനത്തിന്. ഓക്ക് എത്ര മാർക്ക് എന്നറിയോ? 0. ഇങ്ങനൊരു ആത്മവിശ്വാസി ഞാൻ ഒരൊറ്റ വിദ്യാർത്ഥിയിലും കണ്ടിട്ടില്ല. നീ ശരിക്കും എന്താ പഠിച്ചത്? ഒരൊറ്റ ഒന്ന് പോലും ശരിയാക്കിയിട്ടില്ല. സാർ ഞാൻ ശരിക്കും ഇവളിപ്പോൾ ഈ ക്ലാസ്സിലൊന്നല്ല. എന്താടാ? എന്താ മോളെ? ആര്? സിത്താര. നീ ഒന്ന് പോയ വെറുതെ കേൾപ്പിക്കാണ്ട. ജീവൻ മരണ പോരാട്ടമാണ്. Hi Sujan. Hello. You see Sitara? What, Sitara? My അടുത്തിരിക്കുന്ന. Sorry, I don't understand. What you do? Nothing. Just relaxing my own way. Okay, sit. എനിക്ക് പേപ്പറൊക്കെ കിട്ടിയോ? ഓ കിട്ടി. എൻ്റെ ക്ലാസ്സിലെ ലിയാനൊക്കെ ഫുൾ മാർക്കാ. ലിയാനൊക്കെയോ? ഓള് ജയിച്ചോ? ജയിച്ചു. ഞാനൊക്കെ ഇനി ഓളെ മുഖത്ത് എങ്ങനെ നോക്കൂ? അശ്വതി. എന്താടാ? പിന്നെ ഓനെ കൊണ്ടൊക്കെ നടക്കൂ. ഒന്നും മിണ്ടായി. ഫിസിക്സിന്റെ ടെസ്റ്റ് ഒന്ന് തരും. അതെ, നിന്റെ മലയാളം ടെസ്റ്റിന് തിരിച്ചാട്ടോ. ഞാൻ തിരിച്ചു തന്നില്ലല്ലേ. ഇനി ഫിസിക്സിന്റെ ടെസ്റ്റ് കുടിക്കണ്ട. നാളെ തിരിച്ചുകൊണ്ട് തരാം. പോടാ അവിടുന്ന്. ആ എടാ, ഈ സിത്താരേനെ കണ്ടീനിയോ? എന്റെ ക്ലാസ്സിൽ എത്ര സിത്താറുണ്ട്? 1. ചുരുളമുണ്ടിയൊക്കെ ആയിട്ടുള്ളേ. ആ അതന്നെ. ഞാൻ കണ്ടില്ല. എടി അല്ലല്ലോ ഒന്നും. ഇതൊക്കെയാണ് പരീക്ഷ. ആ കിട്ടി. ഹാപ്പി ആയില്ലേ? പിന്നെ വെരി ഹാപ്പി. നീ പേപ്പറിനെ കുറിച്ച് ആലോചിക്കൊന്നും വേണ്ടല്ലേ?
എടാ നിങ്ങളോളെ കണ്ടിന്യോ? എടാ നിങ്ങളെ ഫ്രണ്ടിനെ. നമുക്ക് സ്കൂളില് 10 ഫ്രണ്ട്സ് ഉണ്ട്. ഇതിലാരെയും ഉദ്ദേശിച്ച്? എടാ സിത്താരേനെ. നിങ്ങൾക്ക് എന്തിനാ ചിരിക്കണേ? ഞാൻ ചിരിക്കാൻ മാത്രം എന്തോ പറഞ്ഞോ? നിങ്ങൾക്ക് എന്ത് കൂട്ടുകാരാടോ? എടാ സിത്താര മിസ്സിങ്ങാ. ഈ എവിടെയായിരുന്നു? എവിടെയൊക്കെ നോക്കിന്നറിയോ? തപ്പഞ്ഞൊരു സ്ഥലവും ബാക്കിയില്ല. വാ ക്ലാസ്സിൽ പോവാ. ഞാനല്ല. അതെന്താ പറയടാ. എന്താ അറിഞ്ഞൂടെ കാര്യം? അന്ന് സാറ് ഇത്രയും കുട്ടികളും മുന്നിൽ കളിയാക്കിയപ്പോ നീ ചിരിച്ചല്ലോ. എടാ സോറി, എനിക്കതൊക്കെ ഫീൽ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ നമുക്ക് സോൾവ് ആക്കാം. ഇല്ലടാ, എനിക്ക് മാഷിനെയും ക്ലാസ്സിലെ കുട്ടികളെയും മുഖത്ത് നോക്കാൻ കഴിയൂല. എടാ ഇവിടെ നിൽക്കേ, സോൾവ് ആക്കാം നമുക്ക്. ഇവിടേക്ക് സൈഡ്. സാർ നിങ്ങളൊന്ന് വരുമോ? എന്താണ്? നിങ്ങളൊന്ന് വരി പ്ലീസ്. എന്താ കാര്യം പറ. നിങ്ങൾ ഓളോടൊന്ന് സംസാരിക്കോ? ആരോട്? ഓളോട്. എന്താ ആളെ കളിയാക്ക? ഒരുമാതിരി തോന്നിയാസമായി. നിങ്ങൾ ഒരുമാതിരി മറ്റേടത്ത് പരിപാടി കാണിക്കരുത്. നിങ്ങൾ ഒരൊറ്റ അർത്ഥം കാരണം അതൊക്കെ ഉണ്ടായത്. എന്ത്? എന്താന്നോ, സിത്താരനെ കാണാണ്ടായിട്ട് ഒരാഴ്ചയായി. നീ എന്താ പറയുന്നേ? സിത്താരനെ കാണാനല്ല. ഒരാഴ്ചയായി സാറോള് വന്നിട്ട് ഒരുത്തനൊന്നും അറിയണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ പരിഹരിക്കാൻ പ്രശ്നം. നീ വാ. 2 കുട്ടികൾ എന്നോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ പ്രശ്നം അത്ര രൂക്ഷമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എല്ലാവരും എന്നെ കളിയാക്കാം മാഷെ. മാഷെ ഞാൻ ഓനെ കുറച്ച് മുന്നേ അവിടെ കണ്ടതാ. അതാ ഞാൻ മാഷിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നേ. പക്ഷേ ഇപ്പോൾ ഓനെ കാണുന്നില്ല. മാഷെ നമ്മളൊക്കെ ഫേസ് ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ. സിത്താര ഇങ്ങോട്ടും പോയിട്ടില്ല. പിന്നെ മാഷ ഓളെ കണ്ടിരുന്നോ? കണ്ടു. എവിടെ? എൻ്റെ കൺമുമ്പിൽ. മാഷെ മനസ്സിലായില്ല. നീ അന്വേഷിക്കുന്ന സിത്താര നീ തന്നെയാണ്. അത് ശരി, അപ്പൊ നിങ്ങളും കൂടെ ചേർന്നുള്ള പ്ലാൻ ആയിരുന്നല്ലേ? അതല്ല. അല്ല, ഇനി എനിക്ക് പ്രാന്താന്ന് പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു സൈക്കാട്രിസ്റ്റ്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ മാഷ, സിത്താര. ഒറ്റ മിനിറ്റ്. എടി എന്ത് പരിപാടിയാ കാണിച്ചേ? ഞാൻ സോൾവ് ആക്കി തരൂലേ? പൊടി ഇതൊക്കെ തോന്നലാന്ന് വിശ്വസിക്കാൻ കഴിയില്ലല്ലേ. ഞാൻ ക്ലോക്ക് കണ്ടോ? ആ ക്ലോക്കിലെ സൂചി മുന്നോട്ടാ പോന്നേ. ഇതൊക്കെ റിയലാ. പിറകോട്ടാണേ ഇതൊക്കെ സ്വപ്നം. ഇതൊക്കെ നോണയാ. ഈ ഓരപ്പം കൂടിയില്ലേ? ഹലോ, ഗെറ്റ് ഔട്ട്. മിസ്സേ, ഞാനല്ല, ഓളാ. എനിക്ക് പോടി നാറി.
ഇറങ്ങി പോടിനാറ്. ഓക്ക് എത്ര മാർക്ക് എന്നറിയോ? 0. ഇവളിപ്പോ ഈ ക്ലാസ് തോന്നലാണ്, വിശ്വസിക്കാനില്ലേ? നീ അന്വേഷിക്കുന്ന സിത്താര നീ തന്നെയാണ്. കപ്പടിച്ച മന്തി വാങ്ങിത്തരാന്നാ സാറ് പറഞ്ഞേ. അതിനെന്തിനാ ചിരിക്കണേ? മന്തി വലയിച്ചേ. ഓ, അടുത്ത കളി തന്നെ ഇറക്കുവോ? നമുക്ക് മുക്കത്ത് പോവാം. എന്തിനെ? മന്തി കഴിക്കാൻ. അതിന് കപ്പ് ഇട്ടണ്ട മോൻ്റെ. കിട്ടൂലേ? കൊന്ന കിട്ടും. 1 കിലോ കപ്പ വാങ്ങിക്കാം, അതാ സുഖം. അമ്മി കേട്ടോ. ദാ 2 ഗ്ലൗസ്. ഇനി എന്താ? എന്താണോ? ഇത്തരം കേസുകൾ പൊതുവെ റെയറാണ്. പക്ഷെ അതങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ DID, ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് പറയും. ഒരുപക്ഷെ ചെറുപ്പകാലത്ത് നേരിട്ട് എന്തെങ്കിലും പേടി, ഒറ്റപ്പെടൽ, മാനസികമായ പ്രയാസങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം ഇതിൻ്റെ തുടക്കം. ഇത്ര കാലം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പം ഇതുണ്ടാവാൻ എന്തായിരിക്കും കാരണം? ഒരുപക്ഷെ അവളിൽ ഇതിൻ്റെ സിംറ്റംസ് നേരത്തെ ഉണ്ടാവാം, അതാരും തിരിച്ചറിഞ്ഞില്ല. അത്ര പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ആ ഉത്തരപേപ്പർ കിട്ടിയ സമയം നീ അനുഭവിച്ച വേദന, ഇൻസൾട്ട്, ഇതൊക്കെ നിനക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിന്റെ മനസ്സ് കണ്ടെത്തിയ ഒരു മാർഗമാണിത്. നീ എന്ന വ്യക്തിയെ ഉറക്കുകയും നിന്റെ ഉള്ളിലുള്ള മറ്റൊരു വ്യക്തിയെ ഉണർത്തുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. അനുഷ, ഇതിനൊക്കെ ഞാനൊരു കാരണക്കാരനായി എന്നുള്ളതാണ് എൻ്റെ സങ്കടം. ഇതിനൊരു പരിഹാരം കാണുന്നതുവരെ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇതിന് വല്ല മരുന്നോ ചികിത്സയോ? ഇതൊരു മുറിവാന്ന് സങ്കല്പിക്കുക. നമ്മൾ നോക്കാത്തത് കൊണ്ട് കുറച്ച് കൂടിപ്പോയി. ശരീരത്തിലെ മുറിവിന് നമ്മൾ മരുന്ന് പുരട്ടും. പക്ഷെ അഖിലേഷേ, ഈ മുറിവ് മനസ്സിനാണ്. അത് സിത്താര തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റാണ്. അഖിലേഷ് ഒരു കാര്യം ചെയ്യും. എല്ലാ ശനിയാഴ്ചയും ഇവളെയും കൊണ്ട് ഈ സമയം ഇങ്ങോട്ട് വാ. അടുത്ത തവണ അവളെ പാരൻസിനെയും കൂട്ടണം കേട്ടോ. സിത്താര, ഡോണ്ട് വെറി, നമുക്കെല്ലാം 1 മാസം കൊണ്ട് ശരിയാക്കാം. ഇതൊന്നും മൈൻഡ് ആക്കണ്ട. ഇവരിതൊക്കെ ഹോളിവുഡ് സിനിമയിലെ കണ്ടിട്ടുള്ളൂ. അതാ മിസ്സേ, സോറി. എന്തിന്? അല്ല, ഞാനന്ന് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. ഓ, അതൊക്കെ ഞാൻ അന്നേ മറന്ന്. ആ, എന്നാ ഞാൻ പോട്ടെ. ഹായ് സുജൻ. ഹലോ. സുഖാണോ? ഐ ആം ഫൈൻ.
സിതാര നിന്നെ അഖിലേഷ് മാഷ് വിളിക്കുന്നുണ്ട്. എന്നാ ബാ